ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ട് നമ്മൾ രാവിലെ വാൾമാർട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടുത്തെ ഒരു കാര്യം പറയട്ടെ. ഇവിടെ നമ്മൾ ഡ്രസ്സാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും ഈ കോസ്കോയിൽ നിന്നാണെങ്കിലും വാൾമാർട്ടിൽ നിന്നാണെങ്കിലും ഒക്കെ വാങ്ങിച്ചാൽ എക്സ്ചേഞ്ച് ഭയങ്കര എളുപ്പമാണോ. എക്സ്ചേഞ്ച് എന്ന് പറയാൻ പറ്റില്ല, റിട്ടേൺ. അതായത് നമുക്കത് ഇഷ്ടപ്പെട്ടില്ല ആ സാധനമെങ്കിൽ 30 ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് പോലും കൊണ്ട് കൊടുത്താൽ അത് റിട്ടേൺ, അതായത് നമ്മുടെ മണി ബാക്ക് ആണ് കേട്ടോ കിട്ടുന്നത്. നമുക്ക് വേറെ ആ സാധനം നമ്മുടെ നാട്ടിൽ മിക്കവാറും എക്സ്ചേഞ്ച് അല്ലേ നടക്കത്തുള്ളൂ. അതായത് നമുക്ക് പൈസ തിരിച്ച് കിട്ടത്തില്ലല്ലോ. ഇവിടെ നമ്മൾ സാധനം കൊണ്ട് കൊടുത്ത് ഒന്നുമില്ല കേട്ടോ, കൗണ്ടറിൽ കൊണ്ട് കൊടുക്കുക. അവർ ജസ്റ്റ് നമ്മുടെ ബില്ല് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ബില്ലില്ലെങ്കിൽ അവരുടെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണെങ്കിൽ ആ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തിട്ട് ആ ഡ്രസ്സ് ഒന്ന് തുറന്ന് നോക്കത്ത് പോലും കിട്ടില്ല കേട്ടോ. നമുക്ക് എത്ര പൈസയാണോ അത് പൈസയായിട്ട് തന്നെ തിരിച്ചു തരും വേണമെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഭയങ്കര ഈസിയാണ് കേട്ടോ സാധനങ്ങൾ റിട്ടേൺ ചെയ്യാനായിട്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ചിലപ്പം ട്രയൽ ചെയ്യാതൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഏത് ഷോപ്പിൽ കൊണ്ട് കൊടുത്താലും റിട്ടേൺ പോളിസി ഇത്ര ഈസി ആയിട്ട്, ആദ്യം എനിക്ക് ഇത്രയും ഈസിയാണെന്ന് ഞാൻ ഇപ്പോഴാട്ടോ മനസ്സിലാക്കിയത്. അത് ഇവിടുത്തെ ഒരു നല്ല കാര്യമായിട്ട്. പക്ഷെ അതിൻ്റെ ദുരുപയോഗമുണ്ട്. കാരണം ആൾക്കാർ കൊണ്ടുപോയി 30 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് റിട്ടേൺ ചെയ്യുന്നവരും ഉണ്ട് വെച്ചിരുന്നിട്ട്. അതും ഒരു ഇതാണ്. പക്ഷെ എന്നാലും നമുക്കൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ടാഗ് കളയാതെ, ടാഗ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഡ്രസ്സ് എക്സ്ചേഞ്ച് റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു. അത് ഞാൻ ഈസി ആയിട്ട് റിട്ടേൺ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനിത് പറയാൻ വരുന്ന കാര്യം ഇതല്ല. ഞാനിപ്പം ഓൾമോസ്റ്റ് ഒരു 3 മാസമാകുന്നു ഇവിടെ വന്നിട്ട്. അതായത് 2.5 months ആയി കേട്ടോ. അപ്പം ഞാൻ സോളോ ട്രിപ്പ് പോലെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത്. കുറേ കാര്യങ്ങൾ ഇപ്പോഴത്തെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്, അതായത് ഞാൻ ഈ ഒരു ഏജിലെത്തിയപ്പോൾ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെയാണ് ആദ്യമായിട്ട് ഇത്രയും നാൾ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകാറുണ്ട്, നാട്ടിൽ പോകാറുണ്ട്, അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കാറുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും നാൾ മാറി നിൽക്കുന്നത് വീട്ടിൽ നിന്ന്. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഏജ് വെച്ചിട്ട് എൻ്റെ കുറേ ചേഞ്ചസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മറ്റുള്ളവരുടെ അടുത്ത് ഞാൻ പെരുമാറുന്നതായാലും മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനാണെങ്കിലും കുറേ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. പണ്ടൊക്കെ എനിക്ക് ആരെങ്കിലും അയ്യോ ഞാനിങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കും, അയ്യോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഞാൻ കുറേ ബുദ്ധിമുട്ടിയ സമയങ്ങളുണ്ട്. അതായത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് വെച്ചിട്ട് ഞാൻ എന്നെ തന്നെ കുറേ കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യിച്ച ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ജീവിതത്തിൽ. എന്ന് പറഞ്ഞാൽ മിക്ക സമയം, അതായത് നമ്മളിത് ചെയ്യുന്നതുകൊണ്ട് എന്നെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് വിഷമാവോ, ഞാൻ ഇങ്ങനെ ചെയ്താൽ അവർക്ക് വിഷമാവോ, അങ്ങനെയൊക്കെ ആലോചിച്ച് കുറേ കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി എന്നെക്കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ എൻഡ് റിസൾട്ടായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവസാനം നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ സാക്രിഫൈസ് ചെയ്തും കാണും. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്തെങ്കിൽ അവർക്കതിലൊരു വാല്യൂവും കാണത്തില്ല കേട്ടോ. അത് ശരിക്കും പറഞ്ഞത് അവരുടെയും കുറ്റമല്ല. അവർക്കറിയത്തില്ലല്ലോ നമ്മൾ ഇത്രയും നമ്മുടെ സാക്രിഫൈസിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോഴും അത് ഞാൻ മനസ്സിലാക്കിയത് കുറച്ച് ലേറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് എനിക്ക് കുറേ നമുക്ക് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ലൈഫ് അത് നമുക്കുണ്ടാക്കി തരത്തുള്ളൂ. കാരണം നമുക്കിഷ്ടമുള്ള കാര്യങ്ങളല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാകാത്ത നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ നമുക്കത് പറ്റാത്ത കാര്യമാണെങ്കിൽ നമ്മൾ ഈസിലി, അതായത് നമുക്ക് പറ്റത്തില്ല എന്ന് തന്നെ പറയണം. അല്ലാതെ നമ്മളെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ആ കാര്യം ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അത് ഒത്തിരിയും നമ്മുടെ മീൻസ് ലേഡീസിന് അതുണ്ട്. എസ്പെഷ്യലി നമ്മൾ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിൽ ചെല്ലുന്ന സമയത്തും ഒക്കെ അതുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അത് നമ്മൾ ചെയ്ത ആ സാക്രിഫൈസിനെ ആരും കാണത്തുമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വെച്ച് ജീവിക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തോന്നിവാസം ജീവിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായ ഒരു ഇൻഡിവിജ്വാലിറ്റിയും നോ പറയാനുള്ള ഒരു കഴിവും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യവും നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതിൻ്റെ അകത്ത് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അത് ഈ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് വരണമെങ്കിൽ നമ്മൾ പൈസ ഉണ്ടാക്കണം. നമുക്ക് നമ്മുടേതായിട്ടൊരു ഇൻകം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കണമെന്ന് വരുന്നത് കൂടുതലും എന്തുകൊണ്ടാണ്, നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു നിലനിൽപ്പില്ലാത്തത് കൊണ്ടാണ്. അതിൻ്റെ മെയിൻ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് വരണമെങ്കിൽ ആദ്യമായിട്ട് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് തന്നെയാണ് കേട്ടോ വരേണ്ടത്. എത്ര ആരൊക്കെ പറയുന്നു അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ ഹസ്ബൻഡിന് എത്ര പൈസ ഉണ്ട്, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എത്ര പൈസ ഉണ്ട്, അതൊന്നും നമുക്കൊരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കി തരത്തില്ല. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കിയ ആ പൈസ കൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ കിട്ടുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് കേട്ടോ. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എത്രയെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ചെയ്യാതെ, അതായത് സ്വന്തമായിട്ട് ഒരു
ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ആദ്യമായിട്ട്. അത് ഏത് പ്രായത്തിലുള്ളവർക്കും ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് അതാണ് കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം ഇപ്പം ഞാൻ പറയുന്നത്, എന്നെ ആര് ജഡ്ജ് ചെയ്യുന്നു എന്ന് ഞാൻ ആലോചിക്കാറില്ല ഇപ്പം. അതുപോലെ തന്നെ മറ്റുള്ളവർ എന്നാലും അവരത് ചെയ്തില്ലോ, അവരെന്നെ വിളിച്ചില്ലല്ലോ, അവരെന്നെ കാണാൻ വന്നില്ലല്ലോ, അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. അവരുടെ സിറ്റുവേഷൻ അവർക്ക് ചിലപ്പം പറ്റി കാണത്തില്ല. ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഫ്രണ്ടെന്ന് വെച്ചു, അവർ നമ്മളെ ഇന്ന് കാണാൻ വരുമോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു, നമ്മളൊരു വേറൊരു നാട്ടിൽ ചെന്നിട്ട് കാണാൻ വരുമെന്നോ, അല്ലെങ്കിൽ നമ്മൾ നാട്ടിലാണെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും അസുഖം വരുമ്പോൾ അവർ കാണാൻ വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ട് അവർ കാണാൻ വരാതൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമം വരും. അപ്പം നമ്മൾ ജസ്റ്റ് ഇത്ര ആലോചിക്കുക, അവർക്ക് സാഹചര്യങ്ങൾ ഒത്തു കാണത്തില്ല, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അങ്ങനെ അവരുടെ പെർസ്പെക്റ്റീവിൽ കൂടെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ല പീസ് കിട്ടും. നമുക്ക് അവരോടുള്ള ദേഷ്യവും വരത്തില്ല. അവർ വന്നില്ല, ഇറ്റ്സ് ഓക്കെ, അത് അവരുടെ കാര്യം. നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്യുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്യുക. അത് ഔട്ട് ഓഫ് ദ വേ ചെന്നിട്ട് ആർക്കും വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര നമ്മൾ ക്ലോസ് ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കും നമ്മുടേതായ സമയം, നമ്മുടെ വിലപ്പെട്ട പല സമയങ്ങൾ, അതായത് നമ്മൾ പലതും ത്യജിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വെച്ചിട്ട് ചെയ്യുന്ന സ്വഭാവമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ശീലിക്കുക. അത് എത്ര നാൾ മുമ്പ് നമ്മൾ തുടങ്ങുന്നു അത്രയും നമ്മൾ പീസ്ഫുള്ളായിട്ട് ജീവിക്കും കേട്ടോ. ഈ സ്ട്രെസ്സ് എടുത്തിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യമാണ്, നമ്മളിങ്ങനെ ചെയ്താൽ ഒരു ഡ്രസ്സ്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ബ്ലൗസ് ഇട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്കേർട്ട് ഇട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട്സ് ഇട്ടാൽ, അയ്യോ ഇതൊക്കെ അവരെന്ത് വിചാരിക്കും, എനിക്കിതൊക്കെ ഇടാൻ ഇഷ്ടമാണ്, പക്ഷെ നാട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ കസിൻസ് അവരൊക്കെ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമുക്ക് തൃപ്തിപ്പെടുത്തേണ്ട ചില ആളുകൾ കാണും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വൈഫാണെങ്കിൽ ഒരു ഹസ്ബൻഡിൻ്റെ പെർമിഷൻ ഞാൻ പറയത്തില്ല, അവർക്കും കൂടെ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പം അത് നമ്മുടെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ലൈഫിന് സഹായിക്കും. പക്ഷേ എന്നാലും അവർ പറയുന്നത് മാത്രം കേട്ട് ഇത് നീ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെയല്ല എങ്കിലും, പക്ഷെ മറ്റുള്ളവർ സ്പെഷ്യലി നാട്ടുകാരെന്ത് പറയുന്നോർത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ നാട്ടുകാർ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാലും, നമ്മളൊരു വിഷമത്തിലായാലും, നമുക്ക് കാശില്ലെങ്കിൽ ഒന്നും ഈ നാട്ടുകാരല്ലല്ലോ നമ്മളെ സഹായിക്കുന്നത്, നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ജിമ്മിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ അയ്യോ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറയുന്ന പെണ്ണുങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. നാട്ടുകാരെന്ത് വിചാരിക്കും അത് നിങ്ങൾ ഓർക്കാതിരിക്കുക. നിങ്ങൾക്ക് സന്തോഷം തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ ജീവിച്ചു പോകുന്നതുകൊണ്ട് അത് തന്നെയാണ് കേട്ടോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത്. നമുക്ക് യാത്ര പോകാൻ ഇഷ്ടമാണെങ്കിൽ യാത്ര പോവുക, ഫ്രണ്ട്സിനെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനെ കാണാൻ പോവുക, നമുക്ക് സിബ്ലിങ്സിൻ്റെ അടുത്ത് പോകണമെങ്കിൽ അവരുടെ അടുത്ത് പോവുക. അങ്ങനെ എന്താണോ നമുക്ക് തോന്നുന്നത്, നമുക്കൊരു ചെറിയ ജീവിതമാണ്, നമുക്ക് മനസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ വരുമ്പോൾ നടത്താൻ വേണ്ടി നമ്മളൊരു എഫേർട്ട് എടുക്കണം. അല്ലാതെ നമ്മളോട് ആരും വന്ന് പറയത്തില്ല, ഓക്കെ ഞാൻ ഇന്ന് നീ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും നമ്മളുടെ അടുത്ത് വന്ന് പറയത്തില്ല, നിൻ്റെ സന്തോഷമല്ലേ നീ ഇന്ന് നിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പൊക്കോ, ഇങ്ങോട്ടാരും വന്ന് പറയത്തില്ല. നമ്മൾ തന്നെ ഡിമാൻഡ് ചെയ്യണം എനിക്ക് പോകണം എന്നുള്ള കാര്യം. അപ്പോഴായിരിക്കും അവർ പോലും ഓർക്കുന്നത്. അത് അവരുടെയും തെറ്റല്ല, അവരിപ്പം നമ്മളെപ്പറ്റി മാത്രമല്ലല്ലോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരു മടിയും വിചാരിക്കരുത്. ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കത്തിൽ ഈ സാധനം ഞാൻ വാങ്ങിയത് വെറുതെ വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് ആഗ്രഹം തോന്നിയാൽ അത് വാങ്ങിക്കുക. നല്ല ഡ്രസ്സ് ഇടണം തോന്നിയാൽ അത് ഇടുക. അതുപോലെ അതിൻ്റെ ഇങ്ങനെ കൂട്ടി വെച്ച് നല്ലൊരു പ്ലേറ്റ് ഉണ്ട് ഇത് പിന്നെ എടുക്കാം, നല്ലൊരു ഡ്രസ്സുണ്ട് അത് പിന്നെ ഇടാം, ഇല്ല അപ്പം ഇടുക. നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ആക്റ്റീവ് വെയർ ഇടുക കേട്ടോ. ജിമ്മിൽ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ആക്റ്റീവ് വെയർ ഉപയോഗിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അവിടെ പോകുമ്പം ഈ ഫ്രണ്ടിൽ ഫുൾ മിറർ നമ്മൾ കാണുന്നത്, അതായത് നമ്മുടെ വീട്ടിൽ മിറർ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും മിററിന് മുമ്പിൽ നിൽക്കുകയല്ലോ. നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ ഈ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ മിററിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിരിക്കുന്നത്. അപ്പം നമ്മളെ ശരിക്കും കാണുകയാണ് അല്ലേ. അപ്പം നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പ്, അതായത് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഡിഫറൻസ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിപ്പോൾ ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ട് തന്നെ പോവുക. ഈ ഒത്തിരി ലൂസായിട്ട് കിടക്കുന്നതും അതുപോലെ തന്നെ നമ്മളെ
കണ്ടാൽ ഇങ്ങനെ നമ്മൾ പറയത്തില്ല കന്നാസും കടലാസും അതുവരുടെ പോലെ അത്രയും ലൂസായിട്ടോ അങ്ങനെയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാനൊരു മോട്ടിവേഷൻ കിട്ടത്തില്ല. ഇത് നിങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ, രാവിലെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് വരുമ്പോൾ ആ കിട്ടുന്ന കോൺഫിഡൻസ് അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ശരീരത്തിന് ചേരുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. അതായത് വലിയ ലൂസായിട്ടുള്ളതും നമുക്ക് ചേരാത്തതുമായിട്ടുള്ള ഫാഷൻ്റെ പുറകെ പോകാതെ നമ്മുടെ ശരീരത്തിന് എന്താണോ സൂട്ട് ചെയ്യുന്നത് അതനുസരിച്ച് നല്ല ഡീസൻ്റായിട്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കുക. നമുക്കിഷ്ടമുള്ള ആഭരണങ്ങൾ വാങ്ങിച്ചിടുക. അതായത് സ്വർണം വാങ്ങിക്കാൻ പറ്റാത്തൊരു മറ്റ് ആഭരണങ്ങൾ വാങ്ങിച്ചിടുക. നമുക്കിഷ്ടമുള്ള ബാഗ്, ഇപ്പോൾ പെൺപിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വീക്ക്നെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബാഗ്, ചെരുപ്പ്, ജ്വല്ലറി, ഡ്രസ്സ്. അതിനു വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യുക. കാരണം നമുക്കൊരു ലൈഫേ ഉള്ളൂ. നമ്മൾ സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വേണ്ടി വേറെ ആരാണ് സ്പെൻഡ് ചെയ്യുന്നത്? ആരും നമ്മളെ നിർബന്ധിച്ച് അയ്യോ ഇത് വാങ്ങിക്കെന്ന് പറയത്തില്ല അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ഒരെണ്ണം ഒരു ഷോപ്പിംഗ് മോളിൽ പോകുമ്പോൾ അത്രയ്ക്ക് മനസ്സിന് പിടിച്ചൊരു സാധനം കണ്ടുമ്പോൾ അത് പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. നാളെപ്പറ്റി അത്രയും വിചാരിച്ചിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ അത് എന്തായാലും ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ചിലർക്ക് കുറേ പ്രായമായിട്ടും ഡാൻസ് പഠിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും അല്ലെ, പാട്ട് പഠിക്കാൻ ഇഷ്ടമായിരിക്കും. അതൊക്കെ ചെയ്യും. ഇപ്പോൾ പിന്നെ എന്ത് നല്ല സീനിയർ സിറ്റിസണൊക്കെ തിരുവാതിരയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഒത്തിരി ആൾക്കാർ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയൊക്കെ അതായത് ഈ റീൽസൊക്കെ നമ്മൾ കാണുമ്പോൾ സ്വന്തമായിട്ട് നന്നായിട്ട് മോട്ടിവേറ്റ് ആയിട്ട് കുറേ ആൾക്കാർ കുറേ സംഗതികളൊക്കെ ചെയ്യുന്നില്ല. എന്ത് നല്ലൊരു ചേഞ്ചാണത്. അപ്പോൾ അതുകൊണ്ട് ജീവിതം സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുക. അതായത് ചിലപ്പോൾ നമുക്ക് തോന്നാറില്ലേ, എനിക്കൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട് എനിക്ക് ഫോണിലൊന്നും ആരുടെ അടുത്ത് സംസാരിക്കാൻ തോന്നത്തില്ല, ആര് വിളിച്ചാലും സംസാരിക്കാൻ തോന്നത്തില്ല. അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് ആരെങ്കിലും ഫോൺ എടുത്തില്ലെങ്കിലും എനിക്ക് കംപ്ലൈൻ്റ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സിറ്റുവേഷൻ ആയിരിക്കും. അങ്ങനെ ഒരു മാറ്റം എന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കണം. കാരണം എനിക്ക് ഭയങ്കര കംപ്ലയിൻസ് ഉള്ള ആളായിരുന്നു ഞാൻ. എന്നെ വിളിച്ചില്ല, എന്നാലും ഞാൻ ഇത്രയും കൂട്ടായിട്ട് എന്നെ വിളിച്ചില്ല, അല്ലെങ്കിൽ എന്നെ നിങ്ങൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായപ്പോൾ എന്നെ ഇൻഫോം ചെയ്തില്ല, എൻ്റെ വീട്ടിലോട്ട് നിങ്ങൾ വന്നില്ല, ഇങ്ങനത്തെ കംപ്ലയിൻസ് ഒക്കെ എനിക്ക് ഒത്തിരി ഉള്ള ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും എനിക്കില്ല. വരുന്നവർ വരട്ടെ, കാണുന്നവർ വരട്ടെ, വിളിക്കുന്നവർ വരട്ടെ. ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഇപ്പോൾ ആരെങ്കിലും എന്നെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കും. കാരണം ആ സിറ്റുവേഷൻ മനസ്സിലാക്കാത്തവരാണല്ലോ. അത് ഓരോരോ സേയിങ് ഉണ്ടല്ലോ, നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുന്നവരുടെ അടുത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരാവശ്യമില്ല. നമ്മളെ മനസ്സിലാക്കാത്തവരുടെ അടുത്ത് നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യവും അതാണ് എനിക്ക് പറ്റുന്ന രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. അതിൽ മറ്റുള്ളവർക്കൊരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതെൻ്റെ കുഴപ്പമില്ല. കാരണം എന്നെക്കൊണ്ട് ഇത്രേ പറ്റത്തുള്ളൂ, അതാണ് ഞാൻ ചെയ്യുന്നത്. ഔട്ട് ഓഫ് ദ വേ പോയിട്ട് അവർക്ക് എന്ത് അവരുടെ കംഫർട്ട് ലെവലിന് വേണ്ടി അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടി ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ഇത്രയും നാൾ ജീവിച്ച് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറേ എക്സ്പീരിയൻസ് കിട്ടത്തില്ലേ, അതിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ എത്രയായാലും പണ്ടൊക്കെ ഞാൻ ഓർക്കും നമ്മുടെ മൂത്ത ആൾക്കാർ പറയുന്നത് എത്ര ശരിയാണ്. കാരണം ലൈഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസസ് ആണ് ഇതൊക്കെ. ഞാനിതൊക്കെ എൻ്റെ പിള്ളേരുടെ അടുത്ത് പറയുമ്പോൾ അവർക്കിപ്പോൾ അത്രയും അതങ്ങോട്ട് മനസ്സിലാക്കാനുള്ള കഴിവില്ല. എന്നാലും നമ്മൾ പറഞ്ഞു കൊടുക്കുക. എത്രയാണെങ്കിലും നമ്മുടെ സന്തോഷമാണ് എപ്പോഴും മെയിൻ. അത് ആലോചിക്കണം. എല്ലാവരെയും സന്തോഷിപ്പിക്കുമ്പോൾ നമ്മളെന്നുള്ള ഇൻഡിവിജ്വലുണ്ട്, അതിനെയാണ് നമ്മൾ ആദ്യം സന്തോഷിപ്പിക്കേണ്ടത്. നമുക്കൊരു സാലറി കിട്ടുമ്പം എല്ലാവർക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ വയ്ക്കാം, നമുക്ക് വേണ്ടിയാണ് നമ്മൾ ആദ്യം വാങ്ങിക്കേണ്ടത്. കാരണം ആ സോളിനെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത് അല്ലേ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ജോലി ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ പോലും കിട്ടത്തില്ല. അങ്ങനെ ഈ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏത് രീതിയിൽ പലർക്കും പല ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. ചിലർക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് നല്ല ഫുഡ് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് അതായത് ഫാമിലിയുടെ കൂടെ ലോങ് ട്രിപ്സ് പോകുന്നതായിരിക്കും ഇഷ്ടം, വർഷത്തിൽ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നതായിരിക്കും ഇഷ്ടം. അതൊക്കെ എല്ലാവരുടെയും പ്രയോറിറ്റിയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യുക. പക്ഷേങ്കിൽ ചെയ്യുക, എന്തായാലും ചെയ്യുക. നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണ്. അടുത്ത ഒരു ഫ്രണ്ടിനെ ഒന്ന് കാണാൻ ഒരു 10 കിലോമീറ്റർ പോയാൽ ഇന്നത് കാണാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കാണുക, മനസ്സിൽ തോന്നിയാൽ അത് ചെയ്യുക. അല്ലാതെ അത് നീക്കി നാളെ വെച്ചിട്ടൊരാവശ്യമില്ല. നാളെ എന്നുള്ള ഒരു സങ്കല്പം മാത്രമാണല്ലേ. നാളെ ഉണ്ടോ എന്ന് നമുക്ക് നാളെ നേരം വെളുത്ത് നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാത്രമാണ് അറിയുന്നത് നാളെ ഉണ്ടെന്ന് വെച്ച്. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക. ഇന്നത്തെ ജീവിതം എങ്ങനെ ഹാപ്പിയാക്കാം, ഇന്നത്തെ ജീവിതം എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിരിക്കാം. പിന്നെ ഓരോ കാര്യങ്ങൾ ഞാൻ ആരെയും ഇന്നത്തെ ദിവസം ഞാൻ ആരുടെയും ഒരു കംപ്ലൈൻറ്റ് പറയുന്നില്ല ഒരു കാര്യത്തിൽ. അതായത് നമ്മൾ വണ്ടിയിൽ കയറുക ഇതിനകത്ത് മുഴുവൻ ഇത് വൃത്തിയായിട്ട് കിടക്കുന്നില്ല, അതൊരു കംപ്ലൈൻറ്റാണ്. അങ്ങനെ പോലും ഒരു കംപ്ലൈൻറ്റ് ചെയ്യാതിരിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ മണി സ്പെൻഡ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ
അതായത് മെഡിറ്റേഷന് രണ്ടായിട്ട് തിരിക്കാം, രണ്ടായിട്ടല്ല പലതായിട്ട് തിരിക്കാം. കാരണം മെഡിറ്റേഷൻ ഓരോ ലെവലിലാണ്. അതായത് നമുക്ക് ചിലതെന്ന് പറയുന്നത് നമുക്ക് കണ്ണടച്ചിരുന്ന് ധ്യാനിച്ചാൽ അത് മെഡിറ്റേഷനാണ്. ചിലർക്ക് നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ, പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് കഴിയും അതൊരു മെഡിറ്റേഷനാണ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള മനസ്സിന് ശാന്തി തരുന്ന കാര്യങ്ങൾ ചെയ്യുക. വർക്കൗട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്കൗട്ട് മാത്രം ചെയ്യുക. ഫോഴ്സ്ഫുള്ളി നമ്മൾ ഇത് മസിൽ ബിൽഡ് ചെയ്യാനാണ്, ഈ പ്രായത്തിൽ എനിക്ക് മസിൽ ലോസ് ഉണ്ട് അതുകൊണ്ട് ഇത് ഞാൻ ചെയ്യണം, അങ്ങനെയില്ല. പലത് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്കൗട്ട് ഉണ്ട്. എല്ലാ ആൾക്കാർക്കും, നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു വർക്കൗട്ട് ഉണ്ട് കേട്ടോ. അതെൻ്റെ ഗ്യാരൻറ്റിയാണ്. നമ്മൾ മാറി മാറി നമ്മൾ നോക്കുക, നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ശരീരത്തിന് സൂട്ട് ചെയ്യുന്ന, നമുക്ക് ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കൗട്ട്സ് മാത്രം ചെയ്യുക. പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ അങ്ങനെ സിവിയർ വർക്കൗട്ടിൻ്റെ ആവശ്യമില്ല. ക്രാഷ് ഡയറ്റ് എടുക്കാതിരിക്കുക, ഹെൽത്തി ഫുഡ് കഴിക്കുക. അങ്ങനെ നമുക്ക് ലൈഫിൽ ഒത്തിരി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് നോക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി വരും. രാവിലെ എണീക്കുമ്പോൾ നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ട് എണീക്കുക. അതായത് ആ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രെയർ ചെയ്യുന്ന ഭയങ്കര ഒരു എഫക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ ഓർക്കുന്ന എല്ലാവർക്കും അതൊരു അങ്ങനെയൊക്കെ നോക്കി മാത്രം ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. ഭയങ്കര ചെറുതാണ് ജീവിതം. എത്രയോ ആൾക്കാർ ഓരോ ദിവസവും എണീക്കുന്നില്ല, രാത്രി കിടന്നിട്ട് രാവിലെ എണീക്കുന്നില്ല. നമ്മൾ ഇന്നത്തെ ദിവസം എണീറ്റല്ലോ എന്ന് വിചാരിക്കും. ഇത് വലിയ ഫിലോസഫി പറയാമെന്ന് വിചാരിക്കരുത്. എനിക്കിപ്പം എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങളുണ്ടായി. ഞാൻ കുറേ നാളായിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ മിനിമലിസത്തിലോട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ഷോപ്പിംഗ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. മീൻസ് അങ്ങനെ ക്വാളിറ്റി ഉള്ള സാധനങ്ങളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. കുറേ മറ്റുള്ളവരെ, അതായത് നമുക്ക് ഷോ ഓഫ് കാണിക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഇല്ല. കുറേ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ US വന്നിട്ട് ആൾക്കാർ കുറേ നിങ്ങൾ റീൽസ് കണ്ടാൽ ഹായ് ഹലോ ഒക്കെ അവർ പറയുന്ന കേട്ടാൽ അത്രയും സ്വീറ്റായിട്ട് സംസാരിച്ച് പ്ലീസ് ചെയ്യിക്കാനുള്ള ഒരു എഫേർട്ടൊക്കെ ഇവിടെ ഒത്തിരി നടക്കുന്നുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷെ നല്ലതാണ്. അവരാരോടും മുഖമൊഴിച്ചൊരു വേണ്ടാന്ന് പറയും. ഇപ്പം നമ്മൾ ട്രെയിനർ ആണെങ്കിൽ നമ്മൾ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്താൽ അവർ നമ്മുടെ അടുത്ത് വരുന്ന അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് തോന്നത്തില്ല നമ്മളത് തെറ്റാണ് ചെയ്തത്. അത്രയും പ്ലീസിങ് വേയിലായിരിക്കും അവരത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് ഇവിടുത്തെ ഒരു കാര്യമാണ്. നമ്മൾ ഏത് സാധനം നമ്മൾ ചെയ്താലും ഒരു കടയിൽ ചെന്നിട്ട് നമ്മളൊരു ബില്ല് ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റായി പോലെ അത് അവർ വന്ന് പറയുന്നത് കേട്ടാൽ നമ്മളെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലായിരിക്കും, നന്നായിട്ട് കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ നല്ല സ്മൈൽ ചെയ്തിട്ടായിരിക്കും കേട്ടോ പറയുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുത്തു. അതായത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം നമ്മളെ കുറ്റം പറയുന്ന പോലെ നമുക്ക് തോന്നത്തേ ഇല്ല. എന്ത് ചെയ്താലും അവരത് നമ്മളോട് എക്സ്പ്രസ് ചെയ്തത് മനസ്സിലാക്കി തരുന്നത് ഭയങ്കര ഒരു പ്ലസൻറ്റ് വേയിലാണ്. അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലത് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കും. സ്പെഷ്യലി നമ്മൾ സോളോ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസി ഫീൽ ചെയ്യും കേട്ടോ. അതൊരു വേറെ ഒരു ഫീലിംഗ് ആണ്. നമുക്കൊരു പവറൊക്കെ കിട്ടിയപോലെ നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരെങ്കിലും ട്രാവൽ ചെയ്യാത്തൊരു ചെറിയ ട്രിപ്പുകൾ ട്രാവൽ ചെയ്ത് നോക്കുക. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് മറ്റുള്ളവരുടെ കൂടെ ട്രാവൽ ചെയ്യുന്നതിലും ഡബിൾ ട്രിപ്പിൾ എത്ര ടൈം വേണമെങ്കിലും കൂടുതലാണ്. കാരണം നമ്മൾ തന്നെയാണല്ലോ എല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊക്കെ ചെറിയ കാര്യങ്ങൾ ഞാൻ പറയില്ല, ആദ്യം ഞാൻ പറയാം, നിങ്ങൾ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാനുള്ള ധൈര്യം, അതൊക്കെ മിക്കവരും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അത് ചെയ്യുന്ന പിള്ളേരുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. നമ്മുടെ ജനറേഷനിൽ എത്ര പേര് അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എല്ലാത്തിനും ഹസ്ബൻഡിനെയും മക്കളെയൊക്കെ ആശ്രയിക്കുന്ന ആൾക്കാരില്ലേ. അപ്പോൾ ഇത്രയൊക്കെ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞങ്ങളിങ്ങനെ കുറേ ഷോപ്പിംഗ്, കോസ്കോയിൽ പോയി, വാൾമാർട്ടിൽ പോയി, മീര വന്നപ്പം അങ്ങനെ കുറേ ഷോപ്പിംഗ് ഒക്കെയും ചെയ്തു. വീട്ടിലുള്ള ഗ്രോസറി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അതല്ല, ഞാനിത് ജസ്റ്റ് എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി. പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്.